ശ്രീമാത്രേ നമ. ദേവി ജനനിയാണ്, അമ്മയാണ്, സ്നേഹസ്വരൂപിണിയാണ്, മഹാരാജ്ഞിയാണ്, പാലനകർത്രിയാണ്, ഗാംഭീര്യപ്രകൃതിയുള്ളവളാണ്. അടുത്ത നാമത്തിൽ പറയുന്നത് സൂക്ഷിക്കേണ്ടവളും കൂടിയാണ് ദേവി. വേണ്ടാത്തത് ചെയ്താൽ ശിക്ഷിക്കാൻ അധികാരമുള്ളവളും കൂടിയാണ് ദേവി എന്ന് കാണിക്കുകയാണ് ശ്രീമദ് സിംഹാസനേശ്വരി. സിംഹാസനത്തിന്റെ മുകളിലിരിക്കുന്ന ഈശ്വരിയാണ്. 4 സിംഹങ്ങളുടെ പ്രതിരൂപങ്ങൾ, 4 കാലുകളും അതിൻ്റെ മുകളിൽ ഒരു ഇരിപ്പിടവും വെച്ച് മനോഹരമായ ആസനമാണ് സിംഹാസനം. അതിൻ്റെ പുറത്തിരുന്നിട്ടാണ് രാജാക്കന്മാർ ദണ്ഡനനീതി നടപ്പാക്കിയിരുന്നത്, ശിക്ഷ നടപ്പാക്കിയിരുന്നത്. ശിക്ഷ നടപ്പാക്കണമെങ്കിൽ സിംഹാസനാരൂഢനായിരിക്കണം രാജാവ്. ന്യായാന്യായം നടപ്പിലാക്കുന്നത് അങ്ങനെയായിരിക്കണം. സിംഹം എന്ന വാക്ക് തിരിച്ചിട്ടാൽ ഹിംസ എന്നർത്ഥം. അതായത് ഹിംസയ്ക്ക് അല്ലെങ്കിൽ നിഗ്രഹിക്കാൻ അധികാരിയും കൂടിയാണ് ദേവി. ദേവി അമ്മയാണെന്നറിഞ്ഞപ്പോൾ നമ്മളിലെ സ്നേഹത്തെ ഉണർത്തി. ദേവി രാജ്ഞിയാണെന്നറിഞ്ഞപ്പോൾ നമ്മളിലെ ഗാംഭീര്യത്തെയും ശ്രദ്ധയെയും ഉണർത്തി. ഗംഭീരമായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴുണ്ടാകേണ്ട ശ്രദ്ധ നമ്മൾ ദേവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകണം. സിംഹാസനേശ്വരി എന്ന പദം കൊണ്ട് നമ്മളിൽ അനാവശ്യമായ ചിന്തകൾ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ അനാവശ്യമായ പദങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. കാരണം ചെയ്ത ക്രിയകൾക്ക് ശിക്ഷ തരാൻ അധികാരിയും കൂടിയാണ് ദേവി. ഈ 3 നാമങ്ങളും അർത്ഥബോധത്തോടു കൂടി നമുക്ക് മനസ്സിലായാൽ എങ്ങനെ ദേവിയെ സമീപിക്കണം എന്ന് മനസ്സിലായി. എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ദേവി സ്നേഹസ്വരൂപിണിയായതുകൊണ്ട് നമുക്ക് നമ്മുടെ അമ്മയോട് കാണിക്കാവുന്ന സ്വാതന്ത്ര്യം ദേവിയോട് കാണിക്കാം. ദേവി മഹാരാജ്ഞി ആയതുകൊണ്ട് ആ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ, ആ സ്നേഹം കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. കാരണം ദേവി അമ്മ മാത്രമല്ല, ഗംഭീരയായ രാജ്ഞിയും കൂടിയാണ്. നമ്മുടെ സ്വഭാവത്തിന് അപ്പോൾ അവിടെ മാറ്റം വന്നു. പിന്നെ അത് മാത്രമല്ല, ശ്രീമദ് സിംഹാസനേശ്വരിയാണ് ദേവി. സിംഹാസനത്തിലിരുന്ന് ദണ്ഡിക്കാൻ അധികാരിയും കൂടിയാണ് ദേവി എന്നറിയുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും വളരെ വിജിലന്റ് ആയിരിക്കും. ശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ ജീവിക്കുക. ഒരു ദേവീ ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് ആദ്യത്തെ 3 നാമങ്ങൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയായിരിക്കണം ദേവിയെ സമീപിക്കേണ്ടത്? ആദ്യത്തെ 3 നാമങ്ങൾ കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞു. ദേവീ ഭക്തൻ ആവശ്യമായ ഗുണങ്ങളും സ്വഭാവവും ഒക്കെ ഈ 3 നാമം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ദേവി ആരാണെന്നും പറഞ്ഞു. സൃഷ്ടികർത്രി, സംരക്ഷണകർത്രി, സംഹാരകർത്രി. ക്രിയേഷൻ, മെയിൻ്റനൻസ്, ഡിസ്ട്രക്ഷൻ. ഇത് 3ഉമാണ് ദേവിയുടെ പണി. ദേവി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദാ ദേവി സൃഷ്ടിക്കുകയും സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം പാലിക്കുകയും പാലിക്കപ്പെട്ടതിനെ